ഹലോ, നമ്മൾ ഇന്ന് കോൺസെൻട്രിക് സോൺ മോഡലിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രിക് സോൺ തിയറി. ബിഫോർ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് സിറ്റീസ്. സിറ്റീസ് ഇവോൾവ് ഓവർ ടൈം. എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ 3 കാലഘട്ടത്തെ വെച്ചാണ് താരതമ്യം ചെയ്യുന്നത്: ആൻഷ്യന്റ്, medieval, and modern times. Cities have changed in the form and function from ancient to medieval to modern times. Considered to ancient cities, it grew irregularly, often surrounded by walls adjusted to land and social needs. Considering modern cities, it is structured, organized, often planned with roads, zones, and facilities. പണ്ട് കാലത്തെ നഗരങ്ങൾ ഇറഗുലർ ആയിരുന്നു. ലാൻഡിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമ്മുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ആൻഷ്യൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. ആൻഷ്യൻ സിറ്റീസിന് എക്സാമ്പിളാണ് മോഹൻജദാരോ. ഇനി മോഡേൺ സിറ്റീസിനെ നോക്കുകയാണെങ്കിൽ അത് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും, പ്ലാൻസ് ഉണ്ടാവും, കുറേ റോഡ്, സോൺസ്, ഫെസിലിറ്റീസ് അത് കൂടുതലായിരിക്കും മോഡേൺ സിറ്റീസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കമ്പയറിംഗ് ടു ആൻഷ്യൻ സിറ്റീസ്. അതിനൊരു എക്സാമ്പിളാണ് ന്യൂഡൽഹി. ഇറ്റ് ഈസ് മോഡേൺ പ്ലാൻഡ് സിറ്റി. മാക്സ് വെബറിന് സിറ്റിയോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് സിറ്റി ഒരു ട്രേഡ് മാർക്കറ്റ് പ്ലേസ് ആണ്. ഇൻ ദാറ്റ് മാർക്കറ്റ് പ്ലേസ് ട്രാൻസ്പോർട്ട് ഉണ്ടാവും, മണി സിസ്റ്റംസ് ഉണ്ടാവും, റീറ്റെയിൽ ആൻഡ് ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കാരണം സിറ്റിയുടെ പുറം ഭാഗങ്ങളിൽ, അതായത് സിറ്റിയുടെ പുറത്ത് പോപ്പുലേഷൻ കൂടി വന്നു, സിറ്റിയിലുള്ള പോപ്പുലേഷൻ കുറഞ്ഞു വന്നു. മാക്സ് വെബറിന്റെ കാഴ്ചപ്പാടാണിത്. ദെറാഫ്റ്റർ സിറ്റീസ് വെർ നോൺ ആസ് മോഡേൺ ബിസിനസ് സെന്റേഴ്സ്. സിറ്റിയുടെ സെന്റർ ഭാഗത്ത് പോപ്പുലേഷൻ കുറയുകയും ഔട്ടർ ഏരിയാസിൽ പോപ്പുലേഷൻ കൂടുകയും ചെയ്തു. മിഡിൽ ഏരിയാസിൽ എപ്പോഴും സ്ലോ ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റേബിൾ പോപ്പുലേഷൻ ആയിരുന്നു. സിറ്റിയുടെ ഇന്റേണൽ ഓർഗനൈസേഷനെ നോക്കുകയാണെങ്കിൽ സിറ്റീസ് ഹാവ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ലാൻഡ്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്? ഫോർ ഹൗസിംഗ്, ട്രേഡ്, റോഡ്സ്, ഇൻക്ലൂഡിങ് ഫിസിക്കൽ ലേഔട്ട്. സ്ട്രീറ്റ്സിന് വേണ്ടിയിട്ട്, ഹൗസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ലേഔട്ട് ഉണ്ടാവും. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ തന്നെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക, അതായത് അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, മുംബൈ സെൻട്രൽ ഏരിയാസ് ആർ ബിസിനസ് സോൺ, ഔട്ട്സ്കേർട്സ് ആർ റെസിഡൻഷ്യൽ ഏരിയ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇമ്പാക്റ്റോടുകൂടെ കുറേ ഫാക്ടറീസ് ഒറിജിനേറ്റ് ചെയ്തു. അത് വർക്കേഴ്സിനെ കുറച്ചും കൂടെ അട്രാക്ട് ചെയ്തു. അപ്പോൾ ലേബർ മൈഗ്രേഷൻ കൂടുതലായിട്ടും സംഭവിച്ചു. ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് മാർക്കറ്റ്സ് ആൻഡ് അർബൻ കൺസ്യൂമേഴ്സ് ഒറിജിൻഡ് ആണ് മാഞ്ചസ്റ്റർ. ഇറ്റ് ഗ്രൂ റാപ്പിഡ്ലി ഡ്യൂറിങ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം മാഞ്ചസ്റ്റർ അതേപോലെ മറ്റ് കൺട്രികളുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബൻ ഗ്രോത്ത് ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് ചാൾസ് കോൾബിയുടെ 2 ഫോഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്: സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് പുൾ പീപ്പിൾ ടുവാർഡ്സ് സിറ്റി സെന്റർ. ജനങ്ങളെ സിറ്റിയുടെ സെന്ററിലേക്ക് തള്ളിവിടുന്നു. എന്തിനു വേണ്ടിയിട്ടൊക്കെ? ജോബ്സിനും ഫെസിലിറ്റീസും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അത് പീപ്പിളിനെ സിറ്റിയിൽ നിന്നും പുഷ് അവേ ചെയ്യുന്നു. അതായത് ക്രൗഡിങ്, കോസ്റ്റ്, ഡിസയർ ഫോർ സ്പേസ് ഇതൊക്കെ കൊണ്ട് ജനങ്ങളെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സിനൊരു എക്സാമ്പിളാണ് യങ് വർക്കേഴ്സൊക്കെ ബംഗളൂരുക്കും കൊച്ചിയിലേക്കൊക്കെ IT ജോബിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്, ക്രൗഡഡ് ഏരിയ ആണ്. എന്നാലും ഒരു ബേസിക് ഫെസിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ മൂവിങ് ടു സബർബ്സ് ഫോർ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് സിറ്റിയുടെ പുറത്തോട്ട് ഫാമിലികൾ മൂവ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് എക്സാമ്പിൾ. ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ അർബനൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫാസ്റ്റ് ഗ്രോത്ത്, മിക്സ്ഡ് പോപ്പുലേഷൻ, ന്യൂ ട്രാൻസ്പോർട്ട് മോഡ്, ഫോർ എക്സാമ്പിൾ മെട്രോസ്, ബസ്സസ് എക്സ്ട്രാ. പിന്നെ ഗ്രേറ്റർ മൊബിലിറ്റി ആണ്, സോഷ്യൽ ആൻഡ് ജിയോഗ്രഫിക്കലി. അതിന് എക്സാമ്പിളാണ് cities like Dubai and Shanghai showing rapid modern growth through a modern urbanization. ഇനി ഏർണസ്റ്റ് W ബർഗൻസിൻ്റെ
കോൺസെൻട്രിക് സോൺ തിയറി കുറിച്ച് പറയാം. ഏർണസ്റ്റ് ഡബ്ല്യു ബർഗസ്, who was a American sociologist and key figure in the Chicago School of Sociology. കോൺസെൻട്രിക് സോൺ മോഡൽ 1920s ആൾ പ്രൊപ്പോൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻഡ് ഹൗ cities grows and are organized. Burgess believed that urban areas expand outward in rings from a central business district, with each ring having different social and economic characteristics. His work explained laid the foundation for modern urban sociology and human ecology. He studied the city of Chicago in detail to develop his theory. Concentric model is based upon a process of invasion and succession. ഇൻവേഷൻ ആൻഡ് സക്സഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് കോൺസെൻട്രിക് മോഡൽ തിയറി വന്നിട്ടുള്ളത്. ഇൻവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ അഗ്രഷൻ വഴി ഇന്നർ സോണിൽ നിന്ന് ഔട്ടർ സോണിലേക്ക് കണ്ടിന്യൂൽ എക്സ്പാൻഷൻ നടക്കുന്നതാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ മൈഗ്രന്റ് വർക്ക്സ് കം ഇൻ ടു ദ സിറ്റി. സക്സഷൻ എന്ന് പറയുന്നത് ഒരു ഏരിയ ഡൊമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും എന്താവും ഇൻവേഡ് ചെയ്ത് വരും. ദർ ഈസ് എ കോമ്പറ്റീഷൻ ഇൻ സിറ്റി അമംഗ് പീപ്പിൾ ഫോർ ലിമിറ്റഡ് സ്പേസ്. ആ ഒരു ലിമിറ്റഡ് സ്പേസിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ നടക്കും. അതിൽ ആർക്കാണോ ബെസ്റ്റായിട്ട് ആ സിറ്റി അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അവർ സർവൈവ് ചെയ്ത് അവിടെ തന്നെ ജീവിക്കും. അതായത് ഒരു സിറ്റി എന്ന് പറയുമ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിരിക്കും. അവിടെ വർക്ക് ചെയ്ത് ഹോം വാങ്ങി അവിടെ സർവേ ചെയ്ത് അവിടുത്തെ സാധനങ്ങൾക്കുള്ള ബെസ്റ്റ് പ്രൈസ് പേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ ജീവിച്ച് പോരാൻ പറ്റുള്ളൂ. Therefore, concentric zone theory reflects ongoing conflict between city dwellers and periphery villagers. According to this theoretical model, there are 5 major concentric zones. These are following: commercial center, zone of transition, working class residents, middle or high class residents, then കമ്മ്യൂട്ടർ സോൺ. ഈ 5 സോൺസ് ആണ് ഈ കോൺസെൻട്രിക് സോൺസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെൻറ്റർ എന്ന് പറയുന്നത്. അതാണ് ഇന്നർമോസ്റ്റ് റിംഗ് സോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഓഫ് ദ സിറ്റി. ഒരു ഹേർട്ട് ഓഫ് ദ സിറ്റീസിൽ എന്തൊക്കെ ഉണ്ടാവും? ഫുൾ ഓഫ് ഓഫീസസ് ആയിരിക്കും, ഷോപ്സ് ഉണ്ടാവും, ബാങ്ക്സ് ഉണ്ടാവും, ഹോട്ടൽസ് ഉണ്ടാവും, തിയേറ്റേഴ്സ് ഉണ്ടാവും. ഒട്ടുമിക്ക എല്ലാ ബിൽഡിങ്സും ആ ഒരു ഹേർട്ട് ഓഫ് സിറ്റിയിൽ വരും. അവിടെ ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലാൻഡ് യൂസ് ആണ് കാണുന്നത്. ആൻഡ് ദ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ന്യൂക്ലിയസ് ഓഫ് ദ സിറ്റി എന്തായിരിക്കും? വെരി ബിസി ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും, ക്രൗഡഡ് ആയിരിക്കും, ആൻഡ് വെരി ഫ്യൂ പീപ്പിൾസ് ലിവ് ഇൻ ദയർ. ഒരു കുറച്ച് ആൾക്കാർ മാത്രം, അതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ അവിടെ ജീവിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡൗൺ ടൗൺ ന്യൂയോർക്ക്, അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്രൗഡഡ് ഏരിയ ആണ്. ഫുൾ നോയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാർ അവിടെ താമസിക്കില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കുള്ളൂ. നമ്മുടെ നീഡ്സിനനുസരിച്ച് ഈ CBD ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് റാപ്പിഡ് ആയിരിക്കും. മോർഫോളജിക്കലി ഒരു ബിൽഡിങ്ങിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് ത്രൂ ഡിമോളിഷൻ ആണെങ്കിൽ കൂടെ അത് ആ ഒരു CBDയിൽ നടന്നിട്ടുണ്ടാവും. ഒരു CBD എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരേണ്ടത് ഒരു വലിയൊരു സിറ്റിയാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാകും? റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, ബാങ്ക്സ് ഉണ്ടാവും, ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടതിനേക്കാൾ കൂടുതൽ അവിടെ ബിൽഡിങ്സ് ഉണ്ടാവും, ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും, ആൻഡ് ഒരു ക്രൗഡഡ് ഏരിയ ആയിരിക്കും. അവിടെ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഒരു സാധാരണ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ CBDയിൽ നിന്നും ഔട്ടർക്ക് ഇൻവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പിന്നെ ഈ CBDയിലുള്ള സിറ്റീസ് പെട്ടെന്ന് റാപ്പിഡ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത് പഴയതായി കഴിഞ്ഞാൽ അവർ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ലാൻഡ് യൂസ് ആക്കാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് പണിയുകയോ ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് സോൺ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോൺ ഓഫ് ട്രാൻസിഷൻ ഈസ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ CBD. സോൺ ഓഫ് ട്രാൻസിഷനിൽ സ്ലംസ് ഉണ്ടാവും, ഓൾഡ് ബിൽഡിങ്സ് ഉണ്ടാവും, ചെറിയ ഇൻഡസ്ട്രീസ് ഉണ്ടാവും.
Poor people and first generation immigrants live here. അതായത് ലോ ഇൻകം ഹൗസ് ഹോൾഡേഴ്സും പിന്നെ വൺ റൂം ഹൗസസും പിന്നെ ഹോംലെസ് മെന്നും ഒക്കെയാണ് ഈ സോണിൽ ഉണ്ടാവുക. പിന്നെ അവിടെ കൂടുതലായിട്ടും ക്രൈംസ്, ഗാംബ്ലിങ്, സെക്ഷൽ വൈസ് ആൻഡ് അതർ സോഷ്യൽ ഡിവൈൻസ് ഒക്കെ കാണാം. അവിടെ ഫുൾ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ആണ്, ലൈക്ക് പോവർട്ടി, ക്രൈം, ബാഡ് ഹൗസിങ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോംബെയിലെ ഓരോ ചേരികളിൽ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ചേരികളും ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഇനി വേണമെങ്കിൽ CBD എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സോണിനും കൂടി കവർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സോൺ ഓഫ് ട്രാൻസിഷൻ എപ്പോഴും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. നെക്സ്റ്റ് ആണ് വർക്കിംഗ് ക്ലാസ് സോൺ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് റെസിഡൻസ്. ഇറ്റ് ഈസ് ബേസിക്കലി എ പ്ലാൻഡ് റെസിഡൻഷ്യൽ ഏരിയ ക്ലോസ് ടു പ്ലേസസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഓഫൻ ഷിഫ്റ്റ് ആൻഡ് മൂവ് ടു ദ ഔട്ട്വേർഡ് റിങ്സ്. തൊട്ടടുത്ത ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു സോണിലാണ് ജീവിക്കുന്നത്. ബെറ്റർ ഹൗസിംഗ് ദാൻ സ്ലംസ് ബട്ട് സ്റ്റിൽ ക്ലോസ് ടു പൊല്യൂഷൻ. സ്ലംസിനേക്കാളും മെച്ചപ്പെട്ടതാണ്, എന്നാലും അവിടെ പൊല്യൂഷനും കാര്യങ്ങളും കൂടുതലായിരിക്കും. അവിടെ സ്മോൾ ഹൗസസ് ഉണ്ടാവും, അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇറ്റ് മേ ബി അഫക്റ്റഡ് ബൈ നിയർ ബൈ സ്ലംസ്. അതിന് എക്സാമ്പിൾ ആണ് ഫാക്ടറി വർക്കർ കോളനീസ് ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്. നെക്സ്റ്റ് ആണ് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ. ഈ ഏരിയ എപ്പോഴും സ്പേഷ്യസ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും ആൻഡ് ബെറ്റർ പ്ലാൻഡ് ഏരിയാസ്. ഇവിടെ റിച്ചർ പീപ്പിൾ ആയിരിക്കും ജീവിക്കുക, അതായത് പൈസ അധികമുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു മിഡിൽ ക്ലാസ്സിലോ ഹൈ ക്ലാസ്സിലോ റെസിഡൻഷ്യൽ സോണിൽ താമസിക്കുന്നത്. അവിടെ ഗുഡ് ഫെസിലിറ്റീസ് ഉണ്ടാവും, അതായത് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പാർക്സ് അതൊക്കെ ഉണ്ടാവും. ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് ലെസ് പൊല്യൂഷനും ആയിരിക്കും. എക്സാമ്പിൾ ആണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഓർ പോഷ് നെയ്ബർഹുഡ്സ്. അടുത്ത സോണാണ് കമ്മ്യൂട്ടഡ് സോൺ. ദിസ് ഈസ് ദ ഔട്ടർമോസ്റ്റ് റിംഗ്. പീപ്പിൾ ലിവ് ഇൻ സ്മോൾ ടൗൺസ് ഓർ സബർബ്സ് ബട്ട് ട്രാവൽ ടു ദ സിറ്റി ഫോർ വർക്ക്. ചെറിയ പട്ടണങ്ങളിൽ ജീവിക്കുന്നവർ ഇവരൊക്കെ സിറ്റിയിലേക്ക് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ലെസ് ക്രൗഡഡ് ഏരിയ ആയിരിക്കും. ഈ ലെസ് ക്രൗഡഡ് ആയതുകൊണ്ട് എന്തായിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. മോസ്റ്റ്ലി അപ്പർ മിഡിൽ ക്ലാസ് ഓർ ദോസ് ഹു പ്രിഫർ സബർബൺ ലൈഫ്. ഫോർ എക്സാമ്പിൾ പീപ്പിൾ ലിവിങ് ഇൻ നോയിഡ or ഗുരുഗ്രാം ആൻഡ് വർക്കിംഗ് ഇൻ ഡൽഹി. ഇതൊക്കെ കമ്മ്യൂട്ടഡ് സോണിൽ വരുന്നതാണ്. നേരെ നമ്മൾ ഇൻവേഷൻ എന്താണ്, സക്സഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു കീ കോൺസെപ്റ്റ് തന്നെയാണ് അത്. ഇൻവേഷൻ എന്ന് പറയുമ്പോൾ ന്യൂ പീപ്പിൾ ഓർ ബിസിനസ് എൻറ്റർ എ സോൺ. സക്സഷൻ എന്ന് പറയുമ്പോൾ ദേ റീപ്ലേസ് ഓൾഡ് യൂസേഴ്സ് ഓഫ് ദ സ്പേസ്. അതിന് എക്സാമ്പിൾ ആണ് എ സ്ലം ഗ്രോവിംഗ് ഇൻ ടു എ മിഡിൽ ക്ലാസ് കോളനി ഓവർ ടൈം. ഒരു സ്ലം അത് മിഡിൽ ക്ലാസ് കോളനി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതാണ് അതിനൊരു എക്സാമ്പിൾ പറയുന്നത്. Why this concentric model is important? It is the first model to explain how cities grow. ഇത് ആദ്യമായിട്ടാണ് ഒരു സിറ്റി എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ലിവ് ഇൻ ഡിഫറെൻറ്റ് സോൺ. പലതരം ആൾക്കാർ പലതരം സോണിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഈ സോണിൽ കൂടെ നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് അർബൻ പ്രോബ്ലംസ് ആൻഡ് പ്ലാനിങ്. അർബൻ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അർബൻ പ്ലാനിങ് എന്താണെന്നും ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒന്നല്ല 4 എണ്ണം ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചിക്കാഗോ ബേസ്ഡ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ ഓർ അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്ത്യ അല്ലെങ്കിൽ വേറെ ഡെവലപ്പിംഗ് കൺട്രീസിനൊന്നും ഈ ഒരു കോൺസെപ്റ്റ് ഫിറ്റ് ആവുകയില്ല. നെക്സ്റ്റ് ആണ് അസ്യൂം സിറ്റി ഗ്രോ ഇൻ പെർഫെക്റ്റ് സർക്കിൾ. ഈ ഒരു സർക്കിൾ അനുസരിച്ചായിരിക്കില്ല എപ്പോഴും സിറ്റീസ് ഗ്രോ ചെയ്യുക, വിച്ച് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. പിന്നെ ഹോമർ ഹോയ്റ്റ് ഗേവ് അനദർ മോഡൽ ദാറ്റ് ഷോർട്ട് സിറ്റി ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ സെക്ടേഴ്സ് നോട്ട് സർക്കിൾ. ഹോമർ ഹോയ്റ്റ് എന്ന് പറയുന്ന വേറൊരു സോഷ്യോളജിസ്റ്റ് ഇതേപോലെ വേറൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്കിൾ അനുസരിച്ചിട്ടല്ല, സെക്ടർ അനുസരിച്ചിട്ടാണ് ഒരു സിറ്റി ഗ്രോ ചെയ്യുന്നത് എന്നാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് കോൺസെൻട്രിക് സോൺ മോഡൽ ഓർ കോൺസെൻട്രിക് സോൺ തിയറി.